പുതിയൊരു ചെറുകഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുകയാണ്. മയിൽപീലിത്തുണ്ട്. മഞ്ചാടി പെറുക്കി മുളങ്കുട്ടയിൽ ശേഖരിക്കുന്നതിനിടയ്ക്ക് മാലിനി മഞ്ചാടി മരത്തിൻ്റെ ചില്ലയിലേക്ക് നോക്കി. വാനത്തേക്ക് വളർന്ന് പടർന്നു പന്തലിച്ച് കിടക്കുന്ന ആ മരത്തിൻ്റെ ഓരോ ശിഖരങ്ങളിലെ ഇലകളിലെ പച്ചപ്പും, ഇലകൾക്കിടയ്ക്ക് തണ്ടോടുകൂടി കറുപ്പും തവിട്ടും നിറത്തിൽ കിടക്കുന്ന കായ്കളും, ആ കായ്കളിൽ പലതും പൊട്ടിവിടർന്ന ചെമപ്പ് വർണ്ണങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന മഞ്ചാടിക്കുരുവും. എന്തു ഭംഗിയാണിത് കാണാൻ! മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം. കുട്ട നിറയെ മഞ്ചാടിക്കുരു കൊണ്ടു ചെല്ലാമെന്ന് മാധുരിക്ക് വാക്കുകൊടുത്തതാണ്. അവർക്ക് അമ്പലത്തിൽ കൊടുക്കാനെന്ന് പറഞ്ഞു. എവിടെയെന്നു പറഞ്ഞില്ല. മഞ്ചാടി ഉള്ള വീടുകളിൽ കയറി ഇറങ്ങി പകുതിയോളം മഞ്ചാടി കുട്ടയിൽ അവൾ ശേഖരിച്ചു. അതുമായി മാധുരിയുടെ തറവാട് ലക്ഷ്യം വെച്ച് നടന്നു. കുറുപ്പാമഠം തറവാടിൻ്റെ പടി കടന്നപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത വ്യസനം തോന്നി. മാധുരിയെ ഒഴികെ വേറെ ആരോടും അവൾക്ക് അടുപ്പമില്ല, സ്നേഹവുമില്ല. മാധുരിയുടെ അച്ഛൻ ജയചന്ദ്രനെയും അമ്മ നീലിമയെയും അവൾക്ക് പേടിയാണ്. അവരുടെ ആഴ്ന്നുള്ള തുറിച്ചുനോട്ടം മനസ്സിനെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്താറുള്ളതാണ്. അവർക്ക് അവരുടെ മകളായ മാധുരിയെ മാത്രമേ ഇഷ്ടമുള്ളൂ, സ്നേഹവുമുള്ളൂ. ഇതുവരെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു വിളിയോ അനുകമ്പ കലർന്ന വാക്കുകളോ കേട്ടിട്ടില്ല. മാലിനി മാധുരി എന്ന് നീട്ടി വിളിച്ചു. അകലത്തെവിടുന്നോ കൊലുസിൻ്റെ കൊഞ്ചൽ അടുത്തു വരുന്നത് കേൾക്കാം. കണങ്കാൽ നിറയെ ചേർന്നിടക്കുന്ന മണികൾ ആ കൊലുസിൻ്റെ പ്രത്യേകതയാണ്. അതുണ്ടാക്കുന്ന ശബ്ദതരംഗങ്ങൾ മാലിനിക്ക് ഇഷ്ടമാണ്. മാധുരി വാതിക്കലേക്ക് എത്തി വന്നിട്ട് ചോദിച്ചു, മാലു, നിനക്ക് അകത്തേക്ക് വന്നാൽ എന്താ? നീ ഇങ്ങു വാ, ഒരു കൂട്ടം കാണിക്കാനുണ്ട്. മാലിനിക്ക് അത് കാണണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ അവളുടെ അമ്മയുടെ മുഖമോർത്തപ്പോൾ വേണ്ട എന്ന് തോന്നി. മാലിനി പറഞ്ഞു, മാധു, നിനക്കായി ഞാൻ മഞ്ചാടി കൊണ്ടുവന്നിട്ടുണ്ട്. നീ അകത്തേക്ക് വെക്ക്. ഞാനേ കുളിച്ചിട്ടില്ല, പൊടിയും അഴുക്കുമുണ്ട്. ഞാൻ കുളിച്ചിട്ട് വരാം.